അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ദീനിനെ ഇകഴ്ത്തി സംസാരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിനെ, അല്ലെങ്കിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആലിമീങ്ങളെയും ദീനിൻ്റെ വാഹകരെയും ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരു സദസ്സിൽ നീ അകപ്പെട്ടാൽ അതിൽ നിന്ന് നീ മാറി നിന്നോളണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആജ്ഞാപിക്കുന്നത്. വേണ്ടാത്തതിൽ നാം ഇടപെടാൻ പാടില്ല. ഒരാളിൽ ഒരു തെറ്റ് കണ്ടാൽ അത് നമുക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ അയാളോട് പറഞ്ഞ് തിരുത്തുക. അതേസമയം അള്ളാഹുവിൻ്റെ ദീനിനെ ഇകഴ്ത്തുന്നവരുമായി വിട്ടു നിൽക്കുക, അവരുടെ വർത്തമാനങ്ങളിൽ നാം ഏർപ്പെടാതിരിക്കുക. അവർക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടം വിട്ട് നാം മാറി നിൽക്കുക. ഇതാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വഇദാ റഅയ്തല്ലദീന യഖൂമൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും. നമ്മുടെ ആയത്തുകളിലായിക്കൊണ്ട് ആരെങ്കിലും അധികപ്പറ്റായി വേണ്ടാത്ത രീതിയിൽ കടന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ഫഅരിദ് അൻഹും, തങ്ങൾ അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. വൈമാ യുൻസിയന്നക ശൈത്വാനു ഫലാ തഖുദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. അഥവാ പിശാച് മറപ്പിച്ചു കളഞ്ഞ് അവരുടെ കൂട്ടത്തിലെങ്ങാനും ഇരുന്നു കഴിഞ്ഞാൽ ഫലാ തഖുദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ, അങ്ങനെയുള്ള അക്രമികളോടുകൂടെ ഓർമ്മ വന്നതിൻ്റെ ശേഷം പിന്നീട് ഇരിക്കുക പോലും ചെയ്യരുത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ചാരിയാൽ ചാരിയത് മണക്കും. ഒരു ദീനുൽ ഇസ്ലാമിൻ്റെ എതിരാളി, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഇകഴ്ത്തി സംസാരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ അവരെ പോലത്തെ ആളുകൾ അവരോട് ചങ്ങാത്തം കൂടുകയും അവരോട് കൂടിയിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പറയുന്നത് പോലെ അവരിലുള്ള ബിദ്അത്ത് ഈ വ്യക്തിയിലേക്ക് ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഓർമ്മ വന്നതിൻ്റെ ശേഷം പിന്നീട് ഇരിക്കുക പോലും അരുത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആജ്ഞാപിച്ച ഈ ആജ്ഞാപനം ഇക്കാലത്തേക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം വിവിധ സമയങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുമായിക്കൊണ്ട് വിവിധ ഇനം പ്രചാരകർ, കളവ് പ്രചരിപ്പിക്കുന്നവർ, ദീനിനെ വളച്ചൊടിക്കുന്നവർ, ദീനിനെ കൊഞ്ഞനം കുത്തുന്നവർ അധികരിച്ച കാലമാണ് ഇത്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ നാം അതൊക്കെ നല്ല വിധത്തിൽ സൂക്ഷിച്ച് മുന്നേറണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.